ഇന്നലെ അങ്ങനെ വെസ്റ്റ് ഇൻഡീസും സിംബാബ്വെ ആയിട്ടുള്ള കളികൾ നമ്മൾ കണ്ടല്ലോ. തട്ടിയും മുട്ടിയൊക്കെ വെസ്റ്റ് ഇൻഡീസ് ജയിച്ചു, അത് വേറെ കാര്യം. ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ജയിച്ച സ്ഥിതിക്ക് നമ്മളെങ്ങനെയെങ്കിലും ഇന്ത്യയിലെ സെമിയിൽ എത്തിക്കണമല്ലോ, അത് നമ്മുടെ ഒരു ആവശ്യമല്ലേ. അപ്പം അതിനുള്ള വഴികൾ നമ്മളിങ്ങനെ കണ്ടെത്തണമല്ലോ. അപ്പം അതിനെങ്ങനെ നോക്കുമ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ്. പിന്നെ അടുത്ത കളി സിംബാബ്വെയോട് ഇന്ത്യ സിമ്പിളായിട്ട് ജയിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വെസ്റ്റ് ഇൻഡീസുമായിട്ടാണ്. വെസ്റ്റ് ഇൻഡീസിനെ ഇന്ത്യ തോൽപ്പിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്കയോട് തോക്കുന്നു, സൗത്ത് ആഫ്രിക്ക സിംബാബ്വെയോട് ജയിക്കുന്നു. അങ്ങനെ വരുമ്പം സൗത്ത് ആഫ്രിക്ക ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് നേരെ അങ്ങോട്ട് പോകും, സെമിയിലേക്ക് പോകും. ഇന്ത്യക്ക് അപ്പം 4 പോയിൻ്റ് ഉണ്ടല്ലോ, 2ാം സ്ഥാനത്ത്. ഇന്ത്യയും സെമിയിലേക്ക് കയറും. പക്ഷെ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുമ്പോഴേ, ഈ വെസ്റ്റ് ഇൻഡീസിനെ ഇപ്പം എങ്ങനെ തോൽപ്പിക്കുക? അന്യായ ഫോമിലാണ് പഹയന്മാരെ. ഇന്നലെയൊക്കെ എന്താ കാട്ടിക്കൂട്ടിയേ? ശരിക്കും കില്ലർ ഫോഴ്സ് അങ്ങനെ തന്നെ വേണം വിശേഷിപ്പിക്കാൻ. ശരിയാണ്, ഹിറ്റ്മേയറുടെ 2 ക്യാച്ചൊക്കെ മിസ്സായി. എന്നാലും ഫ്ലോപ്പ് എന്ന് പറയാൻ മാത്രമായിട്ടുള്ളൊരു ഷോട്ടോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ഗാലറിക്കുള്ളിൽ കാണികളുടെ കയ്യിലായിരുന്നു ബോൾ ഫുള്ള്. 19 6 ഇന്നലെ വെസ്റ്റ് ഇൻഡീസ് അടിച്ചു കൂട്ടിയത്. 254 റൺസ്, അതും ഈ ടൂർണമെൻറ്റിലെ ഹയസ്റ്റ് സ്കോർ. ഇന്ത്യ 250, 300, 350 വരെ ഇന്ത്യ അടിക്കുമെന്ന് പ്രവചിച്ചിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നിട്ടിപ്പോൾ എന്തായി? 170, 180 പോലും എടുക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലാണ് ഇന്ത്യ നിൽക്കുന്നത്. അടിച്ചു കൂട്ടുന്നത് വെസ്റ്റ് ഇൻഡീസ്. ഇന്നലത്തെ കളിയിൽ മൊത്തത്തിൽ ശ്രീലങ്കയിൽ ശരിക്കും അതുപോലത്തെ പെർഫോമൻസ് കാണിച്ചു കൂട്ടിയിട്ട് വന്ന വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെക്ക് ഇന്ത്യൻ മണ്ണ് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവണില്ല എന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നോക്കാം. ക്രിക്കറ്റ് അല്ലേ, 2020 അല്ലേ, പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും.